ആ കണ്ടുപിടിച്ചു അല്ലേ? ഇനി ഒളിച്ചു നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇതുവരെയൊക്കെ ഒളിച്ചു നോക്കി. ഇനി ഒളിച്ചു നല്ലല്ലോ. ഈ സംഘപരിവാരങ്ങളെല്ലാവരും കൂടെ കമന്റ് ബോക്സിൽ കയറി തിത്തൈതാരോ പാടും. അതുകൊണ്ട് പുറത്തോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതുവരെയൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒളിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നടക്കില്ല, പുറത്ത് വന്നേ പറ്റുള്ളൂ. ഏതായാലും ഞാൻ ഈ വിജയത്തിൻ്റെ അല്ലെങ്കിൽ 200 ഡബിൾ സെഞ്ചുറി കേട്ടോ, സെഞ്ചുറി ഒന്നും അല്ല എക്സിറ്റ് പോൾ പറഞ്ഞൊന്നുമല്ല, അതിൻ്റെയൊക്കെ മേലോട്ടാണ്. 200 സീറ്റിൻ്റെ ഒക്കെ മേലോട്ട് നേടി ഇതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും അത് മോദിക്കോ അല്ലെങ്കിൽ നിതീഷ് കുമാറിനൊന്നും ഞാൻ കൊടുക്കില്ല. ഞാൻ ഈ ഒരൊറ്റ മനുഷ്യന് കൊടുക്കുകയുള്ളൂ. ഇങ്ങേരോണ്ട് NDA ചോദിച്ചത് ഒരു പൂവ് മാത്രമാണ്, ഒരു പൂക്കാലം അങ്ങോട്ട് കൊടുത്തത്. മക്കളെ, പൂവല്ല, നീ പൂക്കാലം തന്നെ എടുത്തോന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കണ്ണടച്ച് കൊടുത്തിക്കാണ്. ഈ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഈ ബസ്സിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഇങ്ങേരെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങേരാണ് BJPയുടെയും NDAയുടെയും ഐശ്വര്യം എന്ന് വെക്കേണ്ട ഒരു പോസ്റ്റർ അടുത്ത കാലത്ത് തന്നെ വരും. അതല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് ഇറങ്ങുമ്പോഴേക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു വലിയൊരു പൊസിഷനിലോട്ട് നമ്മുടെ BJP സർക്കാർ കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇങ്ങേർക്ക് കംപ്ലീറ്റ് ക്രെഡിറ്റും കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോ തുടക്കം സമ്മതിച്ചു. തോൽവിയൊക്കെ ഇപ്പോൾ നമ്മൾ തോൽപ്പിച്ചതാണോ കട്ടെടുക്കാത്തതാണോ ഒക്കെ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ബീഹാർ ഇലക്ഷൻ്റെ സമയത്തെ ഒരു SIR വന്നിരുന്നല്ലോ. SIR എന്നൊരു 65 ലക്ഷം ആൾക്കാരുടെ വോട്ട് വെട്ടിയിരുന്നു. അങ്ങനെ അത് കേസായിട്ട് അതങ്ങ് എവിടെ എത്തി? സുപ്രീം കോടതിയിൽ എത്തിയ സമയത്ത് എല്ലാവരും പറഞ്ഞു, ഇത് കേസാക്കാൻ ഇപ്പം ആദ്യമായിട്ടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് പറ്റിയല്ലോ, ഒരു കേസെങ്കിലും കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. സുപ്രീം കോടതി ഈ 65 ആൾക്കാരെ വെട്ടിയതിൻ്റെ കണക്ക് ചോദിച്ചിരുന്നു അല്ലേ, ഇലക്ഷൻ കമ്മീഷനോട്. ഞാൻ അതിന് തുടങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഇലക്ഷൻ കമ്മീഷൻ പെട്ടു, ഇനി SIR ഒന്നും തിരിമറി നടത്താൻ പറ്റില്ല, കണക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കണക്ക് കൊടുത്തില്ലേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഈ കണക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്? എന്നാൽ കൊടുത്തിട്ടില്ല. ഈ സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല, ഈ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടില്ല. അതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഒരു യുണീക്ക് ID ഉണ്ടല്ലോ, ആ ID അടിച്ച് നോക്കി കഴിഞ്ഞാൽ മതി സൈറ്റിന്, അങ്ങനെ ഉണ്ടെങ്കിൽ കിട്ടും എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി അടിക്കാനും പോയിട്ടില്ല, ഈ കണക്ക് കൊടുത്തിട്ടുമില്ല. ഈ 65 ലക്ഷം വോട്ടിൻ്റെ യാദവരെയും മുസ്ലിങ്ങളും അതായത് ന്യൂനപക്ഷങ്ങളെയൊക്കെ കട്ട് ചെയ്ത് മരിച്ചിട്ടും മരിക്കാത്തയും 22 ലക്ഷം ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത കണക്കിന് ഒരു കണക്കുണ്ടായിട്ടില്ല. അതവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു വെച്ചു എന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പം ഈ ഒരു 200 സീറ്റിൻ്റെ മേലെ ജയിച്ചു, ഇനി വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാണ്, എത്ര വോട്ട് കിട്ടി, NDAക്ക് എത്ര വോട്ട് കിട്ടി, ഇന്ത്യ സഖ്യത്തിന് എത്ര വോട്ട് കിട്ടി, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ് എന്നൊക്കെ അറിയണമല്ലോ നമുക്കല്ലേ, എത്ര വോട്ടോളം. അതായത് കട്ട് ചെയ്ത് വെട്ടിക്കളഞ്ഞ വോട്ട് 65 ലക്ഷമാണ്. ഇനി ഇവർ വല്ല പേപ്പറൊക്കെ കൊടുത്ത് രാഹുൽ ഗാന്ധിയോ വല്ല ടീമൊക്കെ കുത്തിയിരുന്ന് അതിന് കണ്ടുപിടിക്കുന്ന വോട്ട് കളവ് എത്രയെന്നുള്ളതൊക്കെ അത് സമയം എടുക്കും. പേപ്പറല്ല, അതിന് കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതൊക്കെ വന്നോളും, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നോളും. അതുകൊണ്ടാണ് നമ്മളൊന്ന് ലേറ്റ് ആയത്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര സീറ്റാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ. അതല്ല, അതിന് പകരം ഒരു 140 സീറ്റ് NDAക്കും അല്ലെങ്കിൽ ഒരു 100 സീറ്റ് അല്ല 100 സീറ്റിൻ്റെ അടുത്തല്ല, 100 അല്ല ഒരു 80 സീറ്റോളം എന്താ പറയുക ഈ RJD കിട്ടുകയാണെങ്കിൽ ഇവിടെ എന്തോ ഒരു മത്സരം നടന്നിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ SIR അതല്ലെങ്കിൽ വോട്ട് കട്ടതോ ഒന്നും അല്ല, അല്ലെങ്കിൽ EVMൽ വല്ല പരിപാടിയും ചെയ്തു വെച്ചതല്ല എന്ന് പറയാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അതല്ല, അത് 200ന് മേലോട്ട് പോയപ്പോൾ തന്നെ നമ്മളെ പൂവി വരം പൂക്കാലം കൊടുത്ത ആളുടെയും എന്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ പിന്നാലെ ചെയ്തു വെച്ചതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. ഏതാണെങ്കിലും നമ്മൾ കണ്ടതാണ് ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ സമയം മുതൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ ഓരോ പരിപാടിക്കും ആളുകൾ അടിഞ്ഞു കൊടുത്തത്. ഇതൊന്നും പൈസ കൊടുത്തിട്ടല്ല വന്നത്, ബീഹാറിൻ്റെ ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്ന് വന്നാന്നൊക്കെ നമ്മളൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അതേപോലെ തന്നെ BJPയുടെ പരിപാടിക്ക് അല്ലെങ്കിൽ NDAക്ക് പരിപാടിക്ക് ആൾ കുറയുന്നതും അല്ലെങ്കിൽ ആളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പൈസ കൊടുത്ത് ഇറക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ഈ ആൾക്കാരൊന്നും വോട്ട് ചെയ്തില്ലേ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഈ ആൾക്കാരൊന്നും വോട്ട് ചെയ്തില്ലേ? ഈവൻ അതായത് ഈ ഏതൊക്കെ എന്താ പറയുക എക്സിറ്റ് പോൾ എന്തൊക്കെ പറഞ്ഞാലും 38-39% ബീഹാറിലെ അടുത്ത എന്താ പറയുക മുഖ്യമന്ത്രി ആവണം തേജസ്വി എന്നുള്ള ഒരു കണക്കാണ് വന്നിരുന്നത്. അതെല്ലാ എക്സിറ്റ് പോളും പറഞ്ഞിരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ പോലും തോറ്റ് നിൽക്കുന്ന അവസ്ഥ. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നവരെ പിന്നിലായിരുന്നു. അത്രയും സ്ട്രോങ് ഹോൾഡുള്ള സ്വന്തം പാർട്ടി അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്തുനിന്ന് 2015 മുതൽ മത്സരിച്ച് ജയിച്ചു വരുന്ന സ്ഥലത്തുനിന്ന് തോറ്റ് നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് ഈ കണക്ക് എത്തിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും ആളുകൾ തടിച്ചുകൂടിയ ആളുകളൊന്നും വോട്ട് ചെയ്യാണ്ട് വെറും 40 സീറ്റിൻ്റെയും താഴോട്ട് അല്ലെങ്കിൽ 20-30 സീറ്റിൻ്റെയും താഴോട്ട് ഈ മഹാസഖ്യം വരണമെങ്കിൽ അതിൽ അട്ടിമറി ഉണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത് ചോറ് തിന്നാൻ ആർക്കും മനസ്സിലാവും, ചാണം തിന്നാൻ ആർക്കും മനസ്സിലാവില്ല. അവരിൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് കുരു പൊട്ടുന്നതെന്നും വെളുപ്പിക്കുന്നതെന്നും അതൊന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ പറഞ്ഞാണ് അവസാനം ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങുന്നത്.
ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കുത്തിരുന്ന് പറയും, അവസാന ആൾക്കാർ പുറത്തോട്ടിറങ്ങും. ഇതെന്താണ് ഈ പരിപാടി എന്ന് വെച്ചിട്ട്. ഇപ്പോൾ അവിടെ അതാണ് നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ കൂടി ആളുകൾ തന്നെ വിചാരിക്കും ഞങ്ങളൊക്കെ ചെയ്ത വോട്ട് പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന്. ആ അവസ്ഥയിലോട്ട് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ കക്കുമ്പോൾ നമ്മൾ ചില കള്ളന്മാരുണ്ട്, കട്ട് കഴിഞ്ഞാൽ അറിയരുത് അവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, മൊത്തത്തിലെടുക്കില്ല, കുറച്ച് അവിടെ വെക്കും. അതല്ല, മൊത്തത്തിൽ അങ്ങ് എടുത്ത് കട്ടിക്കുക. അതുകൊണ്ട് 200-ന്റെ മേലോട്ടൊക്കെ അങ്ങ് ചാടി പോകുന്നത്. എന്നിട്ട് ഇത്രയും ദിവസം നമ്മളെ ഏതൊരു മലയാളം മീഡിയ, നമ്മൾ ഈ നാഷണൽ മീഡിയ വിട്, ഗോതി മീഡിയയാണ് കുറേയൊക്കെ എന്ന് വിചാരിക്കുക, മലയാളം മീഡിയയിൽ കുറേ മീഡിയാസ് ഉണ്ട്. ഇവരൊക്കെ ഇത്രയും ദിവസം SIR, വോട്ട് ചോരി, അവിടെ ആ പ്രശ്നം, വോട്ട് കളവ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പല ബൂത്തുകളിലും പല സംഭവങ്ങൾ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇന്ന് ഇതങ്ങോട്ട് മാറിയപ്പം ഇന്ന് 200 സീറ്റിൻ്റെ മേലോട്ടൊക്കെ ഇതങ്ങ് പോയ സമയത്തുണ്ടല്ലോ, ഈ മണുഗുണാഞ്ചന്മാർ, സത്യം അങ്ങനെ പറയാലോ, അവർ പറയുന്നത് നിതീഷ് മാജിക്. ഇത്രയും ദിവസം നിതീഷിൻ്റെ അല്ലെങ്കിൽ നിതീഷ് കുമാർ ഇതോടുകൂടി ഇന്ന് കഴിയാൻ പോവാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് അത്ര ഇതൊന്നുമില്ല. നമ്മുടെ മാധ്യമങ്ങൾക്ക് അങ്ങ് പോയിട്ടാണ്, ബീഹാർ പോയിട്ട് ഡയറക്റ്റ് ജനങ്ങളുടെ അടുത്തു നിന്നാണ്, ജനഹൃദയങ്ങളുടെ അടുത്തു നിന്നാണ് എല്ലാം എടുത്തുകൊണ്ടിരുന്നിട്ട് പറയാം നിതീഷ് തീർന്നു, RJD അടിച്ച് പൊളിക്കും മറ്റെന്ന് പറഞ്ഞ ഒരൊറ്റ മണകുടാഞ്ഞ മാപ്ര ചാനലുകളും ഇന്ന് പറയാം നിതീഷ് എന്ന അധികായകൻ, നിതീഷ് അതാണ്, നിതീഷ് സിംഹമാണ്, പുലിയാണ്, ആനയാണ്, മാടയാണ്. ഒരൊറ്റ ആളും ഈ ഇത്രയും കാലത്ത് SIRൻ്റെ ഇഷ്യൂ ഉണ്ട്, വോട്ട് കളവുണ്ട്, ഇതൊന്നും തുറന്നു മിണ്ടിയിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം 99% നമ്മുടെ നാട്ടിലെ മാപ്ര മാധ്യമങ്ങൾ ഈ സംഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ? എല്ലാവരും അത് മാത്രം എന്താ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണി വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് ഇവന്മാരൊക്കെ അല്ലെങ്കിൽ വാലുമടക്കി ആസനത്ത് കയറ്റി വെച്ചിട്ട് മാറ്റി അല്ലെങ്കിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് പുറത്തോട്ട് വിടുന്നത്. ഇനി അതിനും എതിരഭിപ്രായം ഉണ്ട് ഒരു കേട്ടോ, നിങ്ങളൊന്ന് കമൻ്റ് ഇട്. അങ്ങനെ കമൻ്റ് ഇട്ടിട്ട് നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ഒന്ന് റീച്ച് ആവട്ടെ, ഒരു സെറ്റപ്പിലോട്ട് വരട്ടെ. മാക്സിമം കമൻറ്റുകൾ ഇടണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയാണ്. നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഫേമസ് ആക്കട്ടെ. പിന്നെ ഇനിയിപ്പോൾ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ പറയാം. നിങ്ങൾ കണ്ടോ, വോട്ട് എണ്ണി തുടങ്ങിയ സമയം മുതൽ NDA ഇങ്ങനെ കയറി വരികയാണ്, കയറി ഭയങ്കരമായിട്ട് കയറി വരുന്നു. 120 സീറ്റിലോട്ടൊക്കെ NDA പോകുന്നു, ലീഡ് പോകുന്നു. പെട്ടെന്ന് മഹാസഖ്യം വെറും 50, 60, 70 വരുന്നു. പെട്ടെന്ന് അതങ്ങ് മാറിയിട്ട് ഈ ഒരു പൊസിഷനിലോട്ട് വന്നിരുന്നു. അതിൻ്റെ ഇടയിൽ അതായത് ഈ ഒരു ചേഞ്ചിലോട്ട് വന്നു. ഏകദേശം 120 സീറ്റും അതുപോലെ തന്നെ NDA ഇന്ത്യ സഖ്യം 111 സീറ്റിലോട്ടൊക്കെ വന്നു. നമ്മളിതിങ്ങനെ കണ്ടു നിൽക്കും, ഇതിങ്ങനെ കയറി വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ കഴിയുമ്പോൾ 108 എന്നുള്ള ഒരു നിലയിലോട്ട് വന്നു. ടൈറ്റ് മത്സരം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരിയാ, ഈ പറഞ്ഞതിൽ മറ്റേ ആക്സിസ് ഇന്ത്യ ഒക്കെ പറഞ്ഞ കണക്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും നമ്മൾ വിചാരിച്ചു. പിന്നെ എപ്പോഴാണോ ഒരേ പൊസിഷനിലോട്ട് വന്നത്, രണ്ടും ഒരേ പൊസിഷനിലോട്ട് വന്ന്, പിന്നെ നമ്മൾ ഹരിയാന ഇലക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോൺഗ്രസ് മുമ്പിൽ നിന്നു, പിന്നെ സ്റ്റഡിയായി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് BJP അല്ലെങ്കിൽ ഈ പറഞ്ഞ NDA ഒരു പോക്ക് പോയി. അത് തന്നെ നമ്മൾ ഇവിടെയും കണ്ടത്. ഹരിയാനയിൽ എത്ര 25 ലക്ഷം വോട്ടിൻ്റെ കളവാണ് നടന്നത്. ഇന്ന് നമ്മൾ പോളിംഗിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു കൗണ്ടിങ്ങിൽ നമ്മൾ കണ്ടതാണ്. ഒരേ പൊസിഷനിലോട്ട് വരുന്നു, പിന്നെ അങ്ങനെ പൊസിഷനിലോട്ട് വന്നു കഴിഞ്ഞ ചരിത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടാണ് ഒരു കക്ഷി മുമ്പോട്ട് പോലും. അല്ലാണ്ട് ഒറ്റയടിക്ക് ചാടി അങ്ങോട്ട് കുതിക്കാറില്ല. അത് കുതിക്കണമെങ്കിൽ ബീഹാർ ഇലക്ഷനിലൊക്കെ ഹരിയാന ഇലക്ഷനിലൊക്കെ നടന്ന പോലെ ഒരു കളവ് നടന്നു. അത് ഇവിടെയും പച്ചക്ക് നടന്നു. അത് തന്നെയാണ് വാരാണസിയിൽ തോറ്റ് നിന്ന മോദി 3 മണിക്കൂറിനൊക്കെ വോട്ട് എണ്ണാതെ ഒരൊറ്റയടിക്ക് 1.5 ലക്ഷം വോട്ട്, 5 ലക്ഷം വോട്ട് ഉണ്ടായിരുന്നത് 1.5 ലക്ഷം വോട്ട് എന്നുള്ള രീതിയിലോട്ട് കുതിച്ചു കയറിയതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു കോമൺ പാറ്റേൺ ആണ്. തോറ്റ് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ മോദി ഷാക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ആസനം തടവൽ പരിപാടിയാണ്. അതാണ് പൂവിന് പകരം പൂക്കാലമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിപ്പോൾ തുടക്കം മാത്രമാണ്. ഇനി വരുന്ന അങ്ങോട്ട് നമുക്ക് പലതും കാണാനുണ്ട്. അതായത് എന്താണ് ഇതിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ്, കാര്യങ്ങളൊക്കെ നോക്കാം. കൂട്ടത്തിൽ തന്നെ പറയാണ്ടിരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. RJD കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, മുസ്ലിം വോട്ടുകൾ ഈ പറഞ്ഞ ഒവൈസിയുടെ വോട്ടുകളൊക്കെ എത്രത്തോളം തങ്ങളുടെ അടുത്തോട്ട് ആക്കാൻ പറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൻസ്വരാജ് പാർട്ടി പോലത്തെ സ്വന്തം വോട്ടുകൾ കുറേയൊക്കെ സ്പ്ലിറ്റായി പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിനൊക്കെ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു 5-10 സീറ്റുകളിലോട്ട് മാത്രമുള്ള സംഭവം. അതിന് പകരം വെറും 30 സീറ്റിന് താഴോട്ടൊക്കെ ഈ ഒരു പാർട്ടി പോവുകയാണ്. ഇത്രയും സപ്പോർട്ടുള്ളൊരു പാർട്ടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കളിച്ചത് നമുക്ക് കാണാം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി സ്റ്റഡി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് പുറത്തു വരാം. ഇപ്പോൾ ഏതായാലും ചാടട്ടെ അല്ലെങ്കിൽ ഓടട്ടെ, നമ്മുടെ BJP അല്ലെങ്കിൽ സംഘപരിവാർ കുട്ടന്മാർ ചാടി കളിച്ചോട്ടെ.
നിങ്ങൾ എന്താ പറയുക, മാക്സിമം ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ കുറച്ചിങ്ങനെ അതിങ്ങനെ അതിൻ്റെ ഹൈ ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് എല്ലാം പുറത്തോട്ട് വരിക. അപ്പോഴാണ് സ്വന്തം കാവിക്കളസം പുറത്ത് വരുന്നതും പണി അപ്പോഴായിട്ട്. അതുവരെ നമ്മൾ ഇതേപോലെ ജനങ്ങളെ മണ്ടന്മാരാക്കി, കുറേ മണ്ടന്മാരെ എങ്ങനെ ആക്കി നമ്മളൊക്കെ വോട്ട് ചെയ്ത് മണ്ടന്മാരായിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു കാലത്ത് മണ്ടത്തരം തിരിച്ചറിയുമ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. അതിനുള്ള വെയിറ്റിംഗ് ആണ് മാത്രം.